എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രോഷ്യ പഠിച്ചാലോ? അതിനായിട്ട് നീഡിൽ അല്ലെങ്കിൽ ഹുക്ക്, യാണ്, സിസേഴ്സ് ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ടത്. ഇതാണ് ഹുക്ക് അല്ലെങ്കിൽ നീഡിൽ എന്ന് പറയും. ഇത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. സെറ്റൊക്കെ മേടിക്കുക, ഓൺലൈനൊക്കെ മേടിക്കുകയാണെങ്കിൽ 2 മുതൽ 8 അല്ലെങ്കിൽ 10 സൈസ് വരെയൊക്കെ ഉള്ളതുണ്ട്. അതിലും ചെറുതുണ്ട്, അത് മൈക്രോ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒരു 3.5 നീഡിലൊക്കെയാണ്. അത് സാധാരണ ഫാൻസി ഷോപ്പുകളിലൊക്കെ കിട്ടും. അതുപോലെ ഓസ്വാളിൻ്റെ യാണും മതിയാവും. കാര്യം അതും ഈ ഒരു 10-20 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ വെച്ച് ചെയ്തിട്ട് വില കൂടിയ യാൺസിലോടൊക്കെ പോയാൽ മതി. യാൺസും വിവിധ തരമുണ്ട്. ആദ്യം കാണിച്ചത് സോഫ്റ്റ് മിൽക്ക് കോട്ടൺ യാണാണ്. അതിന് അത്യാവശ്യം റേറ്റൊക്കെ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. കോട്ടൺ ആണോ, അക്രിലിക് ആണോ, പിന്നെ വാഷ് ചെയ്യാമോ, അയൺ ചെയ്യാമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഏത് സൈസ് നീഡിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അത്യാവശ്യം വിലയുള്ള യാണാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് വർദ്ധമാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ യാണാണ്. അത് അക്രിലിക് ആണോ അല്ലെങ്കിൽ കോട്ടൺ ആണോ, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഇത് നെസ്റ്റ് ആൻഡ് നീഡിൽ എന്ന് പറയുന്ന നെസ്റ്റ് ആൻഡ് ഹെവൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ യാണാണ്. ഇതും 100% അക്രിലിക്കാണ്. നാച്ചുറൽ ഡൈ ഒക്കെ യൂസ് ചെയ്താണ്. വാഷ് ചെയ്യാമോ അല്ലെങ്കിൽ അതിൻ്റെ അയൺ ചെയ്യാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിന് നീഡിൽസ്, ഈ നീഡിലാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 3.5 സൈസാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ചെറുതും എടുക്കരുത്, ഏറ്റവും വലുതും എടുക്കരുത്. ഒരു 3.5 ഒക്കെ യൂസ് ചെയ്യാം. അതാണ് നമുക്ക് പിടിക്കാനൊക്കെ എളുപ്പം. ഇനി നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുന്നതാണ് നോക്കുന്നത്. ഇതിനായിട്ട് യാൺ 2 വട്ടം ചുറ്റിയെടുത്ത് ഫസ്റ്റ് യാണിൻ്റെ അടിയിലൂടെ ഹുക്കിട്ട് സെക്കൻഡ് യാൺ പുൾ ഔട്ട് ചെയ്തെടുക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഓക്കെ, അത് ടൈറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ചെയിൻസ് ഇട്ട് കൊടുക്കാം. യാൺ ഓവർ ചെയ്ത് നീഡിൽ നിൽക്കുന്ന ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വർക്കിംഗ് യാൺ ഒത്തിരി ടൈറ്റായി പോവാനോ അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോവാനോ പാടില്ല. ഒത്തിരി ടൈറ്റായി പോയാൽ സ്റ്റിച്ചുകൾ ചെറുതായി പോയിന്ന് വരും. ഒത്തിരി ടൈറ്റായി പോയാൽ അത് ലൂസായി പോയാൽ വലിയ സ്റ്റിച്ചിങ് കിട്ടും. അപ്പോൾ ആ വർക്കിംഗ് ത്രെഡിന് ഒരു മിനിമം ടെൻഷൻ കൊടുത്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ചിലർ ഇത് 2-3 തവണ കയ്യിലൊക്കെ ചുറ്റിയെടുത്ത് ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കതൊരു ഇത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. എനിക്കുണ്ട് അവിടെ ടൈറ്റ് ആവുക ചെയ്ത് എനിക്ക് അതിൻ്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ. ഇതുപോലെ വർക്കിംഗ് ഞാൻ വലിച്ചു വിട്ടാൽ ഫുള്ള് അഴിഞ്ഞു പോകും. ഈ നമ്മളിപ്പോൾ പിടിച്ചയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഫുൾ അഴിഞ്ഞു പോകും. ഇത് ചെയ്യാനേ ഉള്ളൂ ബുദ്ധിമുട്ട്, അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഒന്നുകൂടെ സ്ലിപ്പ് നോട്ട് ഇട്ട് കാണിക്കാം. 2 യാൺ 2 വട്ടം ചുറ്റി ആദ്യത്തേൻ്റെ അടിയിലൂടെ സെക്കൻഡ് യാൺ വലിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വട്ടത്തിലൊന്ന് ചുറ്റിപ്പിടിച്ചിട്ട് അതിൻ്റെ അകത്തൂടെ സെക്കൻഡ് യാൺ വലിച്ചിങ്ങെടുത്താലും മതി. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ കംഫർട്ടബിൾ. എന്നിട്ട് ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തെ ലൂപ്പിലൂടെ ഇട്ട് യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് ആ ലൂപ്പിലൂടെ തന്നെ ഹുക്ക് വലിച്ചെടുക്കുക. ഇതാണ് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയിൻസ് കണ്ടിന്യൂ ചെയ്ത് എത്ര ചെയിൻസ് വേണോ അത്രയും ചെയിൻസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ചെയിനെല്ലാം ഒരുപോലെ നിൽക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ വലിപ്പം കൂടിയും കുറഞ്ഞൊന്നും പോവാതെ നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് മാജിക് റിങ് അല്ലെങ്കിൽ മാജിക് സർക്കിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. ആദ്യം പറഞ്ഞ പോലെ 2 വട്ടം നമ്മുടെ കൈക്ക് ചുറ്റുമൊന്ന് ചുറ്റിയെടുക്കുക. ആദ്യം ചുറ്റിയ ത്രെഡിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് മേളത്തെ ത്രെഡ് വലിച്ച് എടുക്കുക. എന്നിട്ടൊരു ചെയിൻ ഇടുക. ഓക്കെ, ഇതാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ത്രെഡ് നമ്മൾ വലിച്ചാൽ ഇത് ടൈറ്റായി കിട്ടും, തിരിച്ച് വലിച്ചാൽ ലൂസായി കിട്ടും. വർക്കിംഗ് ഞാൻ ഹുക്ക് ഊരിയിട്ട് അയച്ചാൽ ഊരിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നമുക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് പല സ്റ്റിച്ചുകളിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് മാജിക് റിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ആദ്യമേ നമ്മൾ ഫസ്റ്റ് ഒന്ന് 2ആയിട്ട് ചുറ്റിയെടുക്കുക. താഴത്തെ യാണിൻ്റെ അടിയിലൂടെ ഇട്ട്
മുകളിലത്തെ യാൺ വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ആദ്യത്തെ ത്രെഡ് അത് വലിച്ചാൽ ടൈറ്റായി കിട്ടും. അതിനെ ലൂസാക്കാനായിട്ട് ജസ്റ്റ് വലിച്ചാൽ മതി. ഈ റിങ്ങിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ്. ഇനി വീണ്ടും നമുക്ക് ഫസ്റ്റ് ചെയിൻ ഇട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം ആദ്യമേ ചെയിനെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി അതിൽ നമ്മൾ ചെയിൻസ് ചെയ്യാൻ പോവുകയാണ്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, അങ്ങനെ ബാക്കി ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ചെയിൻസ് ഇടുമ്പോൾ നമ്മൾ വർക്കിംഗ് ത്രെഡിൻ്റെ ടെൻഷൻ കീപ്പ് ചെയ്ത് തന്നെ പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ ചെയിനും ചെറിയ ചെയിനും നമ്മൾ വർക്കിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം ഈക്വൽ ആയിട്ടുള്ള ചെയിൻസ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ ചെയിനിൽ മറ്റ് സ്റ്റിച്ചുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റിച്ചിൽ, അതായത് ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെയും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെയ്തതാണ് സിംഗിൾ ക്രോഷേ. ഒന്നുകൂടെ കാണിക്കാം. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, വലിച്ചെടുത്തു. അപ്പോൾ 2 ലൂപ്പുകൾ കിട്ടി. യാൺ ഓവർ ചെയ്ത 2 ലൂപ്പിലൂടെയും വലിച്ച് ഹുക്ക് പുറത്തെടുക്കുന്നു. ഇപ്പോൾ കിട്ടുന്നത് രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ ആണ്. ഓക്കെ, ഒന്നുകൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, വീണ്ടും അപ്പോൾ 2 ലൂപ്പ് കിട്ടി. ആ 2 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്ത് ഹുക്ക് വലിച്ചെടുക്കുന്നു, പുൾ ഔട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പം 3 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ വിട്ട് കണ്ടല്ലോ, വലിയ വിട്ടൊന്നുമില്ല. ഒരു ചെയിനേക്കാളും ഒരിച്ചൂടെ വിട്ട് കൂടി വന്നു ആ സ്റ്റിച്ച് ചെയ്തപ്പം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്ത് പുൾ ഔട്ട് ചെയ്തു. എഗെയിൻ 2 ലൂപ്പ് കിട്ടി. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിലൂടെ വലിച്ച് പുറത്തെടുക്കുന്നു. സിംഗിൾ ക്രോഷേ. ഇതാണ് സിംഗിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് യാൺ ഓവർ ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ പുൾ ഔട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ലൂപ്പിൽ 3 ലൂപ്പ് കിട്ടി. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടി. എന്നിട്ട് ആ 3 ലൂപ്പിലൂടെയും, സോറി അവിടെ വീഡിയോ മറയുന്നുണ്ട്, 3 ലൂപ്പിലൂടെയും നമ്മൾ ഹുക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്തു, സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ഔട്ട് ചെയ്തു. 3 ലൂപ്പ്, 3 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്ത് ലൂപ്പ് വലിച്ചെടുക്കുന്നു. ഓക്കെ, ഇതിന് യാൺ ഓവർ ചെയ്തു, ഇൻസേർട്ട്, യാൺ പുൾ ഔട്ട് ചെയ്ത് 3 ലൂപ്പിലൂടെയും പുറത്തോട്ട് എടുക്കുന്നു. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. അതായത് ഡബിൾ ക്രോഷയുടെ പകുതി കൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഹാഫ് ഡബിൾ ക്രോഷയാണിത്. ഓക്കെ, ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വലിച്ചെടുത്തു. ഇനി 3 എണ്ണത്തിലൂടെയും ആ ലൂപ്പ് 3 ലൂപ്പിലൂടെയും വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തതിലും കുറച്ചുകൂടി വിട്ട് കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് സിംഗിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ലെങ്ത്ത് കൂടി 3 ലൂപ്പിലൂടെ വലിച്ചെടുക്കുമ്പോൾ ആ 3 ലൂപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂടിക്കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ്. ആ മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഡബിൾ ക്രോഷയാണ്. അതിനും ഈ പറഞ്ഞ പോലെ ആദ്യമേ യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. 3 ലൂപ്പ്, എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് 2 ലൂപ്പായിട്ട് കിട്ടും. എഗെയിൻ ആ 2 ലൂപ്പിലൂടെ വലിച്ച് പുറത്തെടുക്കുന്നു. ഇതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. എന്നിട്ട് കാണിക്കാം. യാൺ ഓവർ ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, എഗെയിൻ യാൺ ഓവർ ചെയ്ത് ആ ആ ലൂപ്പിൽ നിന്ന് പുറത്തെടുത്ത് അപ്പം 3 ലൂപ്പ് ഹുക്കിൽ വരും. വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് അതുപോലെ തെറ്റിപ്പോകുമ്പോൾ അവിടെ ത്രെഡിൽ ഒരിച്ചിരി മിസ്റ്റേക്ക് വന്നു.
ഉറപ്പായിട്ടും തെറ്റിയെന്ന് മനസ്സിലായാൽ ആ സ്റ്റിച്ച് അഴിച്ച് വീണ്ടും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കാണാനൊരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഡബിൾ ക്രോഷേ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ഔട്ട് ചെയ്തെടുത്തു. അപ്പോൾ 3 ലൂപ്പ്, വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ 2 ലൂപ്പിലൂടെയും വലിച്ചെടുത്ത് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഹാഫ് ക്രോഷേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുള്ള ഡബിൾ ക്രോഷേ ആയിട്ട് നമുക്കിത് കിട്ടും. ഇതാണ് ഡബിൾ ക്രോഷേ. അപ്പോൾ സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് ഡബിൾ ക്രോഷേ. ഇത് രണ്ട് സ്റ്റിച്ചുകൾ വെച്ചിട്ട് ലൂപ്പുകൾ വെച്ച് ക്ലിയർ ചെയ്ത് വരിക ചെയ്യുന്നത്. ഈ സിംഗിൾ ക്രോഷേ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ടാണ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. ഇപ്പം നമ്മൾ 2 തവണ ലൂപ്പ് എടുത്തിട്ടാണ് യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൽ 4 ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, വീണ്ടും നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോഴും അവസാനം ഒരു 2 ലൂപ്പും കൂടെ നമുക്ക് കിട്ടും. ഇനി ഈ 2 ലൂപ്പിലൂടെ ലാസ്റ്റത്തെ വലിച്ചെടുക്കുക. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ, ഒരു ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തവണ 2 ലൂപ്പ് വെച്ചിട്ട് ക്ലിയർ ചെയ്ത് വരുന്നതിനെയാണ് ഒരു ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. 2 തവണ യാൺ ഓവർ ചെയ്തു, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വീണ്ടും യാൺ വലിച്ചെടുത്തു. അപ്പം മൊത്തത്തിൽ 4 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ എടുക്കുക, അപ്പം 3 ലൂപ്പായി. ദെൻ സെക്കൻഡ് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, ദെൻ തേർഡ് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ദിസ് ഇസ് ട്രിപ്പിൾ ക്രോഷേ. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്കതിൻ്റെ അകത്തെ ആ വിട്ട് കൂടി വരുന്നത് കാണാൻ പറ്റും. 3 സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പം നമ്മളിതിൽ കാണിക്കുന്നത്. ആണ് അതിൻ്റെ വീതി കൂടി വരുന്നത്. ഒന്നുകൂടെ ഡൗട്ടുള്ളവർക്ക് ഒന്നുകൂടെ ട്രിപ്പിൾ ക്രോഷേ കാണിക്കുകയാണ്. 4 ലൂപ്പായിട്ട് കിട്ടി, 2 തവണ ചുറ്റിയെടുക്കുന്നത് കൊണ്ടാണത്. എന്നിട്ട് 2 ലൂപ്പ് കളഞ്ഞു, എഗെയിൻ 2 ലൂപ്പ് കളഞ്ഞു, ലാസ്റ്റത്തെ 2 ലൂപ്പ് അവിടെ തെറ്റുന്നുണ്ട്. അപ്പം നമ്മളൊന്നുകൂടെ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. ലാസ്റ്റ് 2 ലൂപ്പിലൂടെയും വലിച്ചെടുത്തു. ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്ത് വരുന്നുണ്ട്. കാര്യം ഇതിൻ്റെ താഴോട്ട് വിട്ട് കൂടി വരികയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചെയിനിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചുകൾ. സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ ആൻഡ് ട്രിപ്പിൾ ക്രോഷേ. ഇനി ഇത് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രോജക്റ്റിനും ഓരോ സ്റ്റിച്ചായിരിക്കും വേണ്ടത്. പിന്നെ ഇത് ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ, അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കുന്നത് മാജിക് റിങ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യമേ സ്റ്റിച്ചുകൾ മാജിക് റിങ് നമ്മൾ ആദ്യം കാണിച്ചു. മാജിക് റിങ്ങിൽ ഈ സ്റ്റിച്ചുകൾ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തു, ഒന്ന് ടൈറ്റ് ചെയ്തൊക്കെ പിടിച്ചു. എന്നിട്ട് ആ ഒരു 2 വിരൽ നമ്മൾ ആ റിങ്ങിൽ ഇടുന്നത് ആ റിങ് ടൈറ്റായിട്ട് നിൽക്കാനാണ്. ഒത്തിരി ലൂസായിട്ടിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിങ്ങിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. മറ്റേ നമ്മൾ നേരെ സ്റ്റിച്ചിലായിരുന്നു ഇൻസേർട്ട് ചെയ്യുന്നത്, അതിന് പകരം റിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റിച്ചോ കാര്യങ്ങളോ നോക്കണ്ട. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. റിങ്ങിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ പുൾ ഔട്ട് ചെയ്തു, 2 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്തെടുത്തു. മനസ്സിലായോ? ഇപ്പോൾ 3 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. അടുത്ത ഒന്നുകൂടെ നോക്കാം. യാൺ ഓവർ ചെയ്ത് 2 തവണ. ഓക്കെ, 4ാമത്തെ സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തത്. വീണ്ടും നമ്മൾ ലാസ്റ്റത്തെ വള്ളിയെ പിടിച്ച് വലിച്ചാൽ അത് ടൈറ്റായി കിട്ടും. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോണത് ഡബിൾ ക്രോഷയാണ്. അല്ല, എന്താണ് ചെയ്യാൻ പോണത്? ഹാഫ് ഡബിൾ ക്രോഷയാണ്. ഒന്ന് ചുറ്റി യാൺ ഓവർ ചെയ്ത് പുറത്തെടുത്തു, എന്നിട്ട് ആ 3 ലൂപ്പിലൂടെയും യാൺ പുൾ ഔട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഹാഫ് ഡബിൾ ക്രോഷേ. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ മുമ്പേ ചെയ്ത് ഓരോ ചെയിനിൽ ഓരോ സ്റ്റിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് പകരം ഇത് ഫുള്ളായിട്ട് ഒരു റിങ്ങിലാണ് നമ്മളെല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചുകൾ തമ്മിൽ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതും സെയിം തന്നെയാണ്. പക്ഷേ എല്ലാം ചെയ്യുന്നത് ഒരൊറ്റ സർക്കിളിനുള്ളിലാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രം. 3 ലൂപ്പിലൂടെയും വലിച്ചെടുത്താൽ അത് ഹാഫ് ഡബിൾ ക്രോഷയാണ്.
ഇനി ഇതിൽ തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ സർക്കിളിൽ ഇൻസേർട്ട് ചെയ്യുന്നു. വീണ്ടും യാൺ വലിച്ചെടുക്കുന്നു. ആദ്യത്തെ 2 കടത്തിവിടുന്നു. രണ്ടാമത്തെ 2 ലൂപ്പിലൂടെയും കടത്തി ഇറക്കുന്നു. ഡബിൾ ക്രോഷ്യായി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യത്തെ 2, രണ്ടാമത്തെ 2. ക്ലിയർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആ ബാക്കിലെ ത്രെഡ് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അത് വലിച്ച് ടൈറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ചെയ്യുന്ന വർക്കിനൊരു ഫിനിഷിങ് ഉണ്ടാവും. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തു. ആദ്യത്തെ 2 കടത്തിവിട്ടു. രണ്ടാമത്തെ 2 കടന്നുപോയി. ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് സർക്കിളിൽ ഇൻസേർട്ട് ചെയ്ത് ആദ്യത്തെ 2, രണ്ടാമത്തെ 2. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇപ്പോഴും നമുക്ക് നോക്കുമ്പോൾ അറിയാം, ആദ്യത്തേൽ വീതി കുറവാണ്, പിന്നെ ഇച്ചിരി നീതി കൂടി, പിന്നെ കുറച്ചുകൂടെ വീതി കൂടി. നമ്മൾ ആ ചെയിനിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ പോകുന്നത്. പക്ഷേ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും ഓരോരോ സ്റ്റിച്ചുകളും ഓരോരോ മെത്തേഡുമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിൽ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 2 തവണ യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ റിങ്ങിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുത്ത് കളഞ്ഞു. രണ്ടാമത്തെ 2 ലൂപ്പ്, മൂന്നാമത്തെ 2 ലൂപ്പ്. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ റിങ്ങിൽ ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 2 തവണ യാൺ ഓവർ ചെയ്തു, 3 ലൂപ്പാക്കി. റിങ്ങിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്തു. അപ്പോൾ 4 ലൂപ്പായി. വീണ്ടും 2 ലൂപ്പിലൂടെ വലിച്ചെടുത്തു. രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുത്തു. മൂന്നാമത്തെ 2 ലൂപ്പ് ഫിനിഷ് ചെയ്തു. ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ല നമ്മൾ ചെയ്ത വർക്കിൻ്റെ വീതി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പറയുന്ന നമ്മുടെ സർക്കിള് ക്ലോസ് ചെയ്യാം. അതിന് ഈ പറയുന്ന ആ ത്രെഡ്, ആദ്യത്തെ ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കിള് ക്ലോസ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാജിക് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ശംഖിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്തത്, സ്റ്റിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യണം. അതിനൊരു ക്ലോസ് ചെയ്തൊരു സർക്കിൾ പോലെ ആക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ലാസ്റ്റത്തെ സ്റ്റിച്ച് വഴി പുറത്തെടുക്കുക. ഇപ്പം അതൊന്ന് ജോയിൻ്റായി. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ സ്റ്റിച്ചിൽ ഒരേ സ്റ്റിച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു സർക്കിൾ ഫോമിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. അടുത്തൊരു സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് യാൺ ഓവർ ചെയ്ത് ഇപ്പുറത്തെ സ്റ്റിച്ചിലൂടെ എടുക്കുന്നു. സിംഗിൾ ക്രോഷ്യ അല്ല, അത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. സിംഗിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യും. ഇവിടെ യാൺ ഓവർ ഒന്നുമില്ല, 2 സ്റ്റിച്ചുകൾക്കിടയിലൂടെ ത്രെഡ് വലിച്ചെടുക്കുന്നു. വീണ്ടും സിമ്പിളാണ് ക്രോഷ്യ, പവർഫുള്ളാണ്. ഊരിയെടുക്കാൻ വളരെ സിമ്പിൾ, ചെയ്താൽ നല്ല പവർഫുള്ളാണ് നമ്മുടെ ക്രോഷ്യ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യ ഭാഗമാണ്. ഇവിടെ ആ സിംഗിൾ ക്രോഷ്യ മാത്രമുള്ള ഏരിയയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കാണിക്കുകയാണ്. ഇൻസേർട്ട് ചെയ്തു, വർക്കിങ്ങാണ്. അതിൻ്റെ ഇടയിലൂടെ വലിച്ച് പുറത്തെടുത്ത് മറ്റേ സ്റ്റിച്ചിലൂടെ കടത്തി വിടുന്നു. അപ്പം അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മളൊരു റൗണ്ടൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഒരു ഫിനിഷിംഗ് ഇല്ലാതെ പോവും. കയറി ഇറങ്ങി വരുന്നൊരു റൗണ്ട് പോലെ തോന്നും. നമ്മൾ മാറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ അമിഗുരുമി പാറ്റേൺസ് ഒക്കെ ചെയ്യുമ്പം അത് അത്യാവശ്യമാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത പല പ്രോഡക്റ്റാണ്. അമിഗുരുമി പ്രോഡക്ട്സ് ഉണ്ട്. അമിഗുരുമി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടോയ്സ്, ഇതുപോലത്തെ ഐറ്റംസിനെയാണ് അമിഗുരുമി എന്ന് പറയുന്നത്. ഫ്ലവർ ഉണ്ട്, ഹാറ്റ് ചെയ്യാം, ബോൾസ്, അത് പല ടൈപ്പ് ബോൾ, അത് കീ ചെയിൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പീറ്റർ പാൻ കോളർ, ഡിറ്റാച്ചബിൾ കോളറാണ്. നമുക്ക് ഡ്രസ്സിനൊക്കെ എൻഹാൻസ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. ഇതും ഈ പറയുന്ന സ്റ്റിച്ചുകളെല്ലാം വെച്ച് തന്നെ നമ്മൾ ചെയ്തെടുത്ത കുറച്ച് പ്രോഡക്ട്സുകളാണ്. അതുപോലെ ചെയിൻ സ്റ്റിച്ചൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ബേബീസിനുള്ള